സൂപ്പർ വൈബേഴ്സ് എന്ന് പറയുന്ന ചാനലിന്റെ ചരിത്രം പറയാനാണ്. ഹലോ ഗായ്സ്, സൂപ്പർ വൈബേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഡോണ, ഞാൻ അഭിഷേക്, ഇവൻ അഭിഷേക്, ആദർശം കൂടെ കൂടി അതിശയമായി പോയി ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ചാനൽ തുടങ്ങിയതിനുള്ള കാരണം. ചാനൽ തുടങ്ങിയതിന്റെ കാരണം അതായത് ബേസിക്കലി നമ്മൾ ഇന്നത്തെ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർ വൈബേഴ്സ് എന്ന് പറയുന്ന ചാനലിന്റെ ചരിത്രം പറയാനാണ്. 2021 ജൂൺ 10 എന്ന് പറയുന്ന ഒരു സുദിനം. ആ സുദിനം അതായത് കൊറോണ സമയത്ത് ആണ്, ജൂൺ 10 ആണ് ഇവന്മാര് ചാനൽ തുടങ്ങിക്കൊടുത്തത് ആൽവിൻ ചേട്ടായും അജിത് ചേട്ടായാണ്. ഇവരുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെയൊക്കെ അറിയേണ്ടതാണ്. ഞങ്ങളെ 3 പേരെ അറിയേണ്ടതാണ്, ഞാനും എൻ്റെ 2 ഏട്ടന്മാരും. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെയാണ് ഇത് തുടങ്ങിയത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ചാനലായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. തുടങ്ങിയത് എന്താ വെച്ചാൽ നമ്മൾ കൊറോണ സമയത്ത് ഒരു പണിയില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ ക്രിക്കറ്റ് കളി മാത്രമാണ്. രാവിലെ ക്രിക്കറ്റ് കളി, ഉച്ചക്ക് ഇവര് രാവിലെ ഇറങ്ങിയ വൈകുന്നേരമാണ് തിരിച്ചു കയറുന്നത്. ഫുള്ള് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും, ഫുഡ് കഴിക്കാൻ മാത്രം അവര് കയറാറുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു തോന്നൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കുമല്ല. അപ്പം ചാനല് തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. പക്ഷെ നമ്മളത് ഫുള്ള് കരയിപ്പിച്ചു വരെ, അതുകൊണ്ട് ഇമോഷണൽ ഡ്രാമയാക്കി. അപ്പം അതുകൊണ്ട് നമ്മൾ കൊറോണ കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ നെയിം പറഞ്ഞ്, അല്ല ചാനലിന്റെ പേരെന്നോട് ആരായിരുന്നു? ഞങ്ങളെല്ലാരും കൂടെയാണ് കണ്ടുപിടിച്ചത്. അതായത് ഞാൻ ആദ്യം ഒരു പേര് പറഞ്ഞു, അതെന്താന്ന് അവന് പോലും ഓർമ്മയില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ മാത്രമേ ആ പേരിൽ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മള് സൂപ്പർ വൈബേഴ്സ് എന്ന് പേരിട്ടത്. സൂപ്പറിന്റെ എസ് മാറ്റി സെഡ് ആക്കി. അപ്പൊ നമ്മള് വിചാരിച്ച് നമ്മുടെ പേര് മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലേ ഉള്ളേ? നോക്ക് നമ്മള് സെർച്ച് ചെയ്യുമ്പോ നമ്മള് മാത്രം കാണാൻ പാടുള്ളൂ. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. സെർച്ച് ചെയ്ത് ഇവന്മാരുടെ ചാനൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഇവന്മാരുടെ ചാനൽ തന്നെ കാണിക്കും. അപ്പൊ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? ചാനലിന്റെ വീഡിയോ ആരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആരാണ്? ഞങ്ങളൊക്കെ തന്നെയാണ്. വേറെ ആരുമില്ല. ഐറ്റയും മുത്തൂട്ടിയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടിച്ച ഫസ്റ്റ് കിടക്കുന്നത് ഞങ്ങളാണ്. സൂപ്പർ വൈബേഴ്സ് ഇവന്മാര് മാത്രമേ ഉള്ളൂ. എന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല? അത് 1,00,000 നമ്മള് അത്യാവശ്യ ഘട്ടങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരാള് കുറവുണ്ടാവില്ലേ 1 മില്യൺ അടിക്കാൻ, അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചാനലാണിത്. അപ്പോ അജിത് ചേട്ടായും ആൽബിൻ ചേട്ടായും ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും മോട്ടിവേഷൻ തന്നതും ഒക്കെ ഇവന്മാർക്ക്. വീഡിയോ എടുക്കുന്നത് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നില്ല, നിർത്താന്നൊക്കെ പറയും, കാര്യമില്ല, പിന്നെയും എടുക്കും. വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോ എടുക്കും. അതും പറഞ്ഞ കണ്ടന്റാണ്. അതാണ് കണ്ടന്റ്. ഫുൾ എന്റർടൈൻമെന്റ്, ആൾക്കാരെ ചിരിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളുടെ മെയിൻ ലക്ഷ്യം. ഇപ്പാണ് പക്ഷെ കുറച്ചെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത്. ആദ്യമൊക്കെ ഫുൾ ഇമോഷണൽ ഡ്രാമ ആയിരുന്നു. ഫസ്റ്റത്തെ വീഡിയോ തന്നെ കൊറോണയുടെ സമയത്ത് എല്ലാരും വാക്സിൻ എടുക്കണം, എല്ലാരും വാക്സിൻ എടുക്കണേ, കൊറോണ കണ്ട വഴി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇവന്മാരുടെ ഫസ്റ്റ് വീഡിയോ. ചാനലിൽ കൂടുതലുള്ളത് ഷോർട്സ് ആണ്. ലോങ് വീഡിയോസ് മടിയാണ്. ഷോർട്സിൽ നമ്മൾ വിജയം വരിച്ചു ഗൈസ്. 15.5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവന്മാർക്ക്. ഷോർട്സില് 8 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. കൊറേ ആൾക്കാര് കണ്ട വീഡിയോ അല്ലേ? 87 ലക്ഷം അത്ര ആൾക്കാര് കണ്ടു എന്നാണ് ഇവര് കണ്ടു. പറയുന്നതല്ല, ശരിക്കുള്ളതാണ്.
ഗൈസ് അപ്പം ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി വ്ളോഗ് എപ്പോഴും ഇടും അല്ലേ? എന്നും ഡെയിലി വ്ലോഗ് ഇടുമെന്നാണ് ഇവന്മാരുടെ ഇത്. ബിക്കോസ് കൺസിസ്റ്റൻസി ഇസ് ദ കീ. ദിവസം വീഡിയോ അതറിയാം അതറിയാം. എല്ലാ ദിവസവും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വീഡിയോ കാണും. പിന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടും, അവരൊന്ന് കാണും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ ഇവന്മാര് വളരും. അപ്പൊ ഞങ്ങൾ വലിയ വലിയ വളർച്ചയിലെത്തും. അതെ, ഇത് ഇവന്മാര് ഇൻകം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. സമയം കളയാ, എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന പരിപാടി. കുറെ ആൾക്കാർ ഇവന്മാരുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുമ്പോ ചോദിക്കും കിട്ടാറില്ല, സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. അതിന് ഇവന്മാര് പണിയെടുക്കണം, എഫേർട്ട് ഇടണം, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടണം, കണ്ടന്റ് ഉണ്ടാവണം, എഡിറ്റ് ചെയ്യാൻ അറിയണം. ഇതൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന് വീഡിയോ ഇടുന്നു, ചുമ്മാ വീഡിയോ ഇടുന്നു, ചുമ്മാ ആൾക്കാരെ കാണുന്നു, ഇവന്മാരെ തന്നെ കണ്ടു ചിരിക്കുന്നു, കുടുംബക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കഴിച്ചു കൊടുക്കുന്നു. അവരത് കണ്ടിട്ട് ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. വലിയ വലിയ ചരിത്രം പറയാൻ ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല. 21, 22, 23, 24 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു, 4 വർഷം ആവാൻ പോകുന്നു. ഒരു 3.5 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. 3.5 വർഷമായിട്ട് ചാനൽ ഉണ്ടല്ലോ. എന്നിട്ട് ഒരു വളർച്ചയിലെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ തോൽവിയാണ്. നമ്മൾ ഇനിയും വീഡിയോ ഇടും. എന്തെങ്കിലും അവര് വളർന്ന് പടർന്ന് വന്നിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പൊട്ടിക്കുക. അപ്പൊ താറ്റ